ബിഗ് ബ്രേക്കിംഗ്. അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് മീഡിയ വൺ പുറത്തുവിടുന്നു. അജിത് കുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചതിന് തെളിവുകളില്ലെന്നാണ് റിപ്പോർട്ടിലുള്ളത്. PV അൻവർ ഉന്നയിച്ച 5 ആരോപണങ്ങളും പൂർണ്ണമായും വിജിലൻസ് തള്ളുന്നു. അൻവറിന്റെ ആരോപണം തികച്ചും വാസ്തവവിരുദ്ധവും അടിസ്ഥാനരഹിതവുമെന്ന് റിപ്പോർട്ടിലുണ്ട്. വിജിലൻസിന്റെ ഈ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കോടതി തള്ളിയിരുന്നു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. സിജോ ബി ജോൺ ചേരുന്നുണ്ട്. സിജോ, എന്തൊക്കെയാണ് റിപ്പോർട്ടിൽ? പ്രധാനമായും 5 ആരോപണങ്ങളാണ് PV അൻവർ MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ചിരുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷണം നടത്തി ഇതിലൊന്നും യാതൊരു തരത്തിലുള്ള തെളിവുമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. ഈ റിപ്പോർട്ട് ഏതാനും ആഴ്ചകളായി അല്ലെ കുറെ നാളുകളായി തന്നെ വിജിലൻസും സർക്കാരും പൂഴ്ത്തിവെച്ചിരിക്കുകയായിരുന്നു. വിവരാവകാശ നിയമപ്രകാരം പോലും അതിന് റിപ്പോർട്ട് നൽകാത്തതിന്റെ വാർത്ത നമ്മൾ നൽകിയതാണ്. ഇന്ന് രാവിലെയും കൂടി നൽകിയാണ്. അതിന് പിന്നാലെയാണ് നമ്മൾ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. എന്തായാലും എല്ലാം ക്ലീനാണ് എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഈ ആരോപണങ്ങളിൽ ആദ്യത്തേത് ഈ ക്യാമ്പ് ഹൗസിൽ നിന്ന് മരം മുറിച്ച് കടത്തി അത് വെച്ച് ഫർണിച്ചർ ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞിരുന്നത്. അത്തരത്തിലൊരു ഫർണിച്ചർ ഉണ്ടാക്കിയിട്ടില്ല, മരം മുറിച്ചു കൊണ്ടുപോയിട്ടില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഷാജിസ് കറിയയിൽ നിന്ന് പണം വാങ്ങി എന്നുള്ള ആരോപണമായിരുന്നു മറ്റൊന്ന് ഉണ്ടായിരുന്നത്. അത്തരത്തിൽ പണം വാങ്ങിയതിന് തെളിവുകളില്ല. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഇതുവരെയും ഒരു തെളിവുകളും ലഭിച്ചിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണക്കടത്ത് ഇടപാടുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്ന് PV അൻവർ പണം വാങ്ങി എന്നുള്ള MR അജിത് കുമാർ പണം വാങ്ങി എന്നുള്ളതായിരുന്നു PV അൻവറിന്റെ മറ്റൊരു പരാതി. ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് MR അജിത് കുമാറിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഈ വീട് നിർമ്മാണത്തിന്റെ കാര്യത്തിലും ക്ലീൻ ചിറ്റ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫ്ളാറ്റ് വാങ്ങിയതും ഉൾപ്പെടെ അതിലെല്ലാം കൃത്യമായി നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടത്തിയെന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും പൂർണ്ണമായും ഒരു സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച ഒരു ക്ലീൻ ചിറ്റ് നൽകുന്നു. അത് യാതൊരു തരത്തിലുള്ള ക്രമക്കേടും ഇല്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ട്. അൻവർ ഉയർത്തിയ പരാതിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഈ അനധികൃത സ്വത്ത് സമ്പാദനം. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് വേറൊരു പരാതിയിൽ അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തി സമർപ്പിച്ച ആ ക്ലീൻ ചിറ്റ് കഴിഞ്ഞ ദിവസം കോടതി തള്ളിയിരുന്നു. എന്തിന് മുഖ്യമന്ത്രി അംഗീകരിച്ചു എന്ന പരാമർശത്തെയും കോടതി നിശിതമായി വിമർശിച്ചതാണ്. എന്നിട്ടും ഇത് തള്ളി എന്നുള്ള അല്ലെങ്കിൽ ക്ലീൻ ചീറ്റ് എന്നുള്ള റിപ്പോർട്ടിൽ ഇത്രയധികം കാര്യങ്ങൾ തള്ളുന്നുണ്ടെങ്കിൽ അത് ഏത് തരത്തിലൊരു അന്വേഷണം നടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്ന് കോടതിയുടെ ഓർഡർ വന്നപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ ഒരു കാര്യമുണ്ടായിരുന്നു. യാതൊരു തരത്തിലുമുള്ള അന്വേഷണവും ഈ പരാതിയിൽ നടന്നിട്ടില്ല. ഈ പരാതിയിൽ അന്വേഷണം നടത്തിയിരിക്കുന്നത് ഈ ആരോപണ വിധേയനായ അജിത് കുമാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുറിച്ചു വെക്കുകയും അതുമായി മൊഴികളായി രേഖപ്പെടുത്തുകയും ചെയ്ത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ പരാതിക്കാരൻ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ കൃത്യമായി അന്വേഷണം നടത്തിയിട്ടില്ല, അതിന്റെ വസ്തുതകൾ പരിശോധിച്ചിട്ടില്ല, അതിന്റെ തെളിവുകൾ ശേഖരിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഈ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളുന്നത്. ആ ഒരു കാര്യം തന്നെയാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് വായിക്കുമ്പോൾ പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ ഇത്തരത്തിൽ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് തെളിവുകളൊന്നുമില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അങ്ങനെ തെളിവുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് വിജിലൻസിന്റെ ഉത്തരവാദിത്വം. പക്ഷെ അത്തരത്തിലുള്ള ഒരു തെളിവുകളിലേക്ക് അത് കണ്ടെത്തുന്നുള്ള നടപടികളിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുകയും ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇനി ഈ കേസ് കോടതിയുടെ പരിഗണനയിലാണ് ഇരിക്കുന്നത്. കേസല്ല, പരാതി കോടതിയുടെ പരിഗണനയിലാണ് ഇരിക്കുന്നത്. ഇനി FIR രജിസ്റ്റർ ചെയ്യണമോ മറ്റന്വേഷണം നടത്തണമോ എന്നുള്ള കാര്യങ്ങളെല്ലാം കോടതി പരിശോധിക്കും. ഈ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ അഡ്വക്കേറ്റ് നാഗരാജാണ് തിരുവനന്തപുരം CJM കോടതിയെ സമീപിക്കുന്നത്. ആ കോടതിയുടെ ഈ റിപ്പോർട്ട് തള്ളിയതിനു ശേഷമാണ് ഈ പരാതിക്കാരനോട് മൊഴി നൽകാൻ വേണ്ടി